ഹായ് സുഖല്ലേ? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് നമുക്ക് 3 കളർ ചട്നികൾ ഉണ്ടാക്കാമല്ലോ, അതും തേങ്ങയൊന്നും ചേർക്കാതെ വെറും 5 മിനിറ്റിൽ. അപ്പോൾ ഇതിലേത് ചട്നിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. ലൈക്ക് ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് ഓറഞ്ച് കളർ ചട്നി ഉണ്ടാക്കാം. ചുവന്ന ചട്നി, തക്കാളി, ഉള്ളി. അപ്പോൾ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 1 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 4 വറ്റൽമുളക്, പിന്നെ കുറച്ച് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആ ഉഴുന്നുപരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വറ്റൽമുളകും കൂടി ചേർത്തി, പിന്നെ നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ നമ്മളുടെ തക്കാളിയും കൂടി ചേർത്തി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കണ്ട, നമ്മൾ ഓൾറെഡി വറ്റൽമുളക് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത 2 ചട്നി കൂടി എന്തായാലും കാണൂ. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ചട്നിയാണ് കൂടുതൽ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളതെന്നൊക്കെ പറയണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുതേ. അപ്പോൾ നമ്മളത് വഴറ്റിയതിന് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടാറിയപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 3 ചട്നിയും ലാസ്റ്റ് ഒന്നിച്ചാണ് കേട്ടോ വറുത്തിടുന്നത് കാണിക്കുന്നത്. അപ്പം നമ്മളുടെ ആദ്യത്തെ ചുവന്ന ചട്നി, ഓറഞ്ച് ചട്നി റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ പതാകയിലത്തെ ആദ്യത്തെ കളർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല മണമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വൈറ്റ് കളർ ചട്നി, വെള്ള ചട്നി. അതിന് ഒരിത്തിരി 2-3 സ്പൂൺ കപ്പലണ്ടി, നിലക്കടല, പിന്നെ പൊട്ടുകടല, പിന്നെ ഒരു 4-5 അണ്ടിപ്പരിപ്പ് കേട്ടോ. ഇതിന് നമുക്ക് നന്നായിട്ട് ആദ്യം കപ്പലണ്ടി നമുക്ക് വറുത്തെടുക്കാം. ഈ കപ്പലണ്ടിയുടെ തോലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് വറുത്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് അതേ തവയിലേക്ക് തന്നെ പൊട്ടുകടലയും നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടി ചേർത്തി നന്നായിട്ടൊന്ന് വറുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി. അത് ചേർത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ നിലക്കടലയുടെ തോലൊക്കെ ഞാൻ കളഞ്ഞുള്ളൂ. ഇനി ഇതാ വറുത്ത് വെച്ച് നമ്മുടെ പൊട്ടുകടലയും അണ്ടിപ്പരിപ്പും കൂടി ഞാൻ ആ ചൂടാറാൻ വേണ്ടി ആ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്തുന്നത് പച്ചമുളകാണ് എരിവിന്. അപ്പോൾ നമ്മളുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്തണം. ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തണം. ചിലവർ ഇതിലേക്ക് ഇതിൽ പുളി കൂടി ചേർത്തി അരയ്ക്കുള്ളൂ, പക്ഷേ പുളി ഇടാതെ അരച്ച് നോക്കൂ, ഇതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പുളി ഇടാതെ അതൊന്ന് അരച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് വെള്ളം ഒഴിച്ച് ആദ്യമേ അരച്ചാൽ അതിൻ്റെ ടേസ്റ്റിനൊരു ചേഞ്ച് വരും. അപ്പോൾ ആദ്യം ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോളൂ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് നല്ല, നമുക്ക് അറിയില്ല ഇത് തേങ്ങ ചേർക്കാത്ത ചട്നിയാണെന്ന്. നല്ല രസമാണ്. അപ്പോൾ നമ്മളിത് ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ തേങ്ങ ചേരുവാനും ഒന്നും മെനക്കെടില്ല. ഇത് നല്ല രസമാണ് ഈ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാട്ടും കൂടുതൽ ഇഡ്ലിക്കും ദോശയ്ക്കും ചട്നികൾ കൂടുതലും ഈ ഭാഗത്തൊക്കെ കേട്ടോ, കേരളത്തിന് പുറത്താണ് ശരിക്ക്. അപ്പോൾ ഇനി നമുക്ക് 3ാമത്തെ ചട്നി നോക്കാം. ഞാൻ പറഞ്ഞില്ലേ എല്ലാ ചട്നിയും ഞാൻ വറുത്തിടുന്നത് ലാസ്റ്റാണ് ഒക്കെ കാണിച്ചു തരുന്നത്. ഇനി 3ാമത്തെ ചട്നി, ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ ഉഴുന്നുപരിപ്പാണെങ്കിൽ 1 സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ 1 വെളുത്തുള്ളി, വലിയൊരു വെളുത്തുള്ളി അല്ലെങ്കിൽ ചെറിയ 2 വെളുത്തുള്ളി. ഇനി എണ്ണ ചൂടാകുമ്പോൾ ഈ വെളുത്തുള്ളി ആദ്യം ഫ്രൈ ആവണം കേട്ടോ, ബ്രൗൺ കളർ ആവണം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മളുടെ വെളുത്തുള്ളിയുടെ മണം വരില്ലേ, മൂത്ത മണം, അത് വരുമ്പോൾ നമ്മുടെ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല ചുമന്ന നിറമായിട്ട് വറുത്ത് കോരിയിട്ട് ആ എണ്ണയിൽ നിന്ന് അത് മാറ്റി വയ്ക്കാം. ഈ എണ്ണ അവിടെ വെച്ചോളൂ, നമുക്കത് വറുത്തിടാൻ വേണ്ടി എടുക്കാം. ഇതപ്പോൾ നല്ല മണമാണിത്, ഇതിന് പ്രത്യേക മണമാണ് കേട്ടോ. പിന്നെ ഇതിന് പച്ച കളറല്ലേ, അപ്പോൾ നമുക്കിതിന് വേണ്ടത് മല്ലിയിലയാണ്. ചിലവർ പുതിനയില ഇടും കേട്ടോ, പുതിനയില ഇടണ്ട, മല്ലിയില മാത്രം ഇട്ട് അരച്ച് നോക്കും, നല്ല ടേസ്റ്റി ചമ്മന്തി കിട്ടും. അപ്പോൾ മല്ലിയിലയും 2-3 പച്ചമുളക് എരിവിനിട്ടു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കണം ഈ പരിപ്പും വെളുത്തുള്ളിയും കൂടിയിട്ട് ചേർത്തി അരയ്ക്കണം. നമ്മൾക്ക് ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങയാണ് ചേർത്ത്, അതാണ് ഇത് ഇത്രയും ടേസ്റ്റ്. ഇത് നല്ലൊരു ചൊടിയുള്ളൊരു ചട്നിയാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മളുടെ പൊക്കവടയൊക്കെ കഴിക്കാനും ഈ ചട്നി നല്ല ടേസ്റ്റാണ്. എന്തെങ്കിലും സ്നാക്സൊക്കെ മുക്കി കഴിക്കാനും ഡിപ്പ് ചെയ്യാനും ഒക്കെ നല്ല ഒരു ചട്നിയാണിത്. അപ്പോൾ നമ്മൾ മല്ലിയിലയും പച്ചമുളകും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, നല്ല ഫ്രൈ ആയിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തോട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഇടാൻ മറക്കരുത് കേട്ടോളൂ, ഇഞ്ചി കൂടി വേണം ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം, നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. നമുക്കിതാ നല്ല പച്ച കളറിലുള്ള നമ്മുടെ പതാകയിലെ 3ാമത്തെ കളറില്ലേ പച്ച ചട്നി ആയിട്ടുള്ളൂ. ഞാൻ പതാക എന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അങ്ങനെ പറയുകയാണ് കേട്ടോളൂ. ഇത് അല്ലാതെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിക്കും ദോശയ്ക്കും എല്ലാത്തിനും ബെസ്റ്റായിട്ടുള്ള 3 ചട്നികളാണ്. ഞാനിതാ നമ്മുടെ നാരങ്ങ പിഴിഞ്ഞ് വെച്ചതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കാം. നമ്മുടെ 3ാമത്തെ പച്ച കളർ ചട്നി റെഡിയായി. ഓറഞ്ച്, വൈറ്റ്, ഗ്രീന് 3ഉം റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 3 ചട്നി വറുത്തിടാട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു നുള്ള്
ഇഷ്ടമുള്ളവർക്ക് ഇതിൽ 3 ചട്നിയിലേക്കും ഒരു നുള്ളു ജീരകം ചേർത്തിക്കോളൂ. ബാക്കി ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കടുക്, കറിവേപ്പില. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഓറഞ്ച് കളർ ചട്നിയിലേക്ക് വറുത്തിടാം. പിന്നെ നമുക്ക് വൈറ്റിലേക്കും ഗ്രീനിലേക്കും. ഈ ഓറഞ്ച് ചട്നിയിലൊരു എന്തായാലും ഒരു 2 മണി ജീരകം ഇട്ടോളൂ കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണ് അതിന്. നമ്മളുടെ തേങ്ങ ചമ്മന്തിക്ക് വറുത്തിടില്ലേ, അതേമാതിരി നമ്മുടെ വൈറ്റ് ചട്നിയിലേക്ക് വറുത്തിടണം. മറ്റേ ഗ്രീനിലേക്കും അത് തന്നെ മതിയല്ലോ. ഉഴുന്നുപരിപ്പ്, കടുക്, കറിവേപ്പില, വറ്റൽമുളക്. ഇപ്പം നമ്മളുടെ 3 ചട്നി റെഡി ആയിട്ടുള്ളൂ. ഇഡ്ഡലിക്കും ദോശയ്ക്കും എന്തിനു വേണമെങ്കിലും ഇത് കൂട്ടി കഴിക്കാം. സൂപ്പറാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവരും.